നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. ഭീകരതയുടെ തുടർക്കഥയിൽ ടുണീഷ്യയിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീണ്ടും ഐസിസ് വെല്ലുവിളി. കൊല്ലപ്പെട്ടത് 20 വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 23 പേർ. ടുണീസിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപം ബർദോ മ്യൂസിയത്തിൽ ഭീകരാക്രമണം നടന്നത് ബുധനാഴ്ച രാവിലെ. സായുധസേന വെടിവെച്ച് കൊന്നത് 2 ഭീകരരെ. 9 പേർ അറസ്റ്റിൽ. IS ഭീകരർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് 2ാം ദിവസം. ടൂറിസം വ്യവസായം തകർത്ത് ടുണീഷ്യയെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കാൻ ഉന്നം. ഇറാഖിലും സിറിയയിലും തുടരുന്ന ഐസിസ് ഭീകരതയുടെ വ്യാപനത്തിൽ ലോകമെങ്ങും ആശങ്ക. പുതിയ പോരാട്ടം മറ്റു രാഷ്ട്രങ്ങളിലെ ജിഹാദി സംഘടനകളുമായി ചേർന്ന്. കത്തിന്മേൽ തുടരുന്ന കാര്യവിചാരം. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ VSന്റെ കത്ത് ഇന്ന് PBയിൽ. വിഷയം എപ്പോൾ പരിഗണിക്കണമെന്ന് PB തീരുമാനിക്കും. മുഖ്യ അജണ്ട പാർട്ടി കോൺഗ്രസ് എന്ന് കാരാട്. സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച VSനെതിരെ അടിയന്തര അച്ചടക്ക നടപടിക്ക് സാധ്യതയില്ലെന്ന് സൂചന. കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രം തീരുമാനം നീട്ടിക്കൊണ്ടുപോയി പ്രശ്നം തണുപ്പിക്കാൻ. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടും പാർട്ടി പഠന റിപ്പോർട്ടും വിശദ ചർച്ചയ്ക്ക്. മറ്റു വിഷയങ്ങൾ പിന്നീടെന്ന് S രാമചന്ദ്രൻ പിള്ള. കേന്ദ്ര കമ്മിറ്റി നാളെയും മറ്റന്നാളും. VSനെ പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം റദ്ദാക്കില്ല. കേന്ദ്ര നിലപാട് പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഇരുപക്ഷത്തിനു നേരെയും അച്ചടക്കം ആയുധമാക്കേണ്ടെന്ന്. പരാതിക്കാർ ക്യൂവിലാണ്. മാണിക്കുരുക്കുമായി നേതാക്കൾ സോണിയയ്ക്ക് മുന്നിൽ. ഹൈക്കമാൻഡിൽ നിലപാടുകൾ വിശദീകരിച്ച് കേരള കോൺഗ്രസും മൗനം ദീക്ഷിച്ച് സോണിയ. ധനമന്ത്രിയെ മാറ്റി നിർത്താൻ കോൺഗ്രസിൽ ശ്രമമെന്ന പരാതിയുമായി ജോസ് കെ മാണിയും ജോയി എബ്രഹാമും. മാണി പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന് കൊടിക്കുന്നിലും KC വേണുഗോപാലും. രാഷ്ട്രീയ സ്ഥിതി ധരിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സോണിയയ്ക്ക് മുന്നിൽ. അഴിമതിക്കെതിരെ ജനവികാരമുണ്ടെന്നും രമേശ്. മാണിക്കെതിരായ മുന്നണി നീക്കത്തിന് പ്രതിരോധ തന്ത്രം മെനയാൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി നാളെ. പാലായിലെ UDF രാഷ്ട്രീയ വിശദീകരണ യോഗവും നാളെ. ഏശാതെ പോയ അവകാശവാദം. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ RSPയുടെ അവകാശവാദം തള്ളി ഉമ്മൻചാണ്ടി. തർക്കം തുടരുമ്പോൾ ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് വേണ്ടെന്ന് തീരുമാനം. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കോവൂർ കുഞ്ഞുമോൻ എന്ന് RSPയുടെ ഏകപക്ഷീയ പ്രഖ്യാപനം. തീരുമാനമായില്ലെന്ന് മുഖ്യമന്ത്രി. 5 പ്രതിപക്ഷ MLAമാർ സസ്പെൻഷനിൽ പുറത്തുനിൽക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വിവാദത്തിന് വഴിവെക്കുമെന്ന് സർക്കാർ നിലപാട്. അംഗങ്ങളുടെ സസ്പെൻഷൻ ഈ സമ്മേളനകാലം തീരും വരെ. RSPയുടെ ആവശ്യം ന്യായമെന്ന് രമേശ്. കൈവശമുള്ള കസേര വിടേണ്ടെന്ന് കോൺഗ്രസ് MLAമാർ. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക്. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.